ആരുമില്ലാതെ അനാഥമായി കിടന്നൊരു കിരീടമെടുത്തണിഞ്ഞ് സിംഹാസനമേറിയ ഭരണാധികാരിയല്ല നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന നരേന്ദ്രമോദി. അഗ്നിപർവ്വങ്ങളും പരീക്ഷണ ഘട്ടങ്ങളും താണ്ടി തെരുവിലൊഴുക്കിയ രക്തത്തിൻ്റെ എല്ലാം പൈതൃകം ആരോപിക്കപ്പെട്ട് വേട്ടയാടപ്പെട്ട് ലോകം ഒറ്റപ്പെടുത്തിയൊരു മനുഷ്യൻ. തനിക്ക് നേരെ കൊട്ടിയടക്കപ്പെട്ട വാതിലുകളെല്ലാം തനിക്കായി പരവതാനി വിരിച്ച് കാത്തിരിക്കാൻ കാലത്തോടാവശ്യപ്പെട്ട ഒരു ജനനേതാവ്. അതാണ് മോദി എന്ന ദ്വയാക്ഷരി. മോദി അവതാരമെന്നും അവധൂതനെന്നുമെല്ലാം അദ്ദേഹത്തിന്റെ ഭക്തരും അനുയായികളും വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ തികച്ചും ജനാധിപത്യപരമായ വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞാൽ ഇന്ത്യക്ക് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ് നരേന്ദ്രമോദി. ഇന്ത്യ ഇന്ന് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അഭിമാനത്തോടെ നിൽക്കുന്നതിന് പിന്നിലെ ഊർജ്ജവും മുന്നിലെ ശോഭയും ഉള്ളിലെ കാന്തിയുമാണ് നരേന്ദ്രമോദി എന്ന് ആലങ്കാരികമായി നമുക്ക് പറയാം. അരനൂറ്റാണ്ടിലേറെ ഇന്ത്യ ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തീർത്തും അപ്രസക്തമാക്കി മൂന്നാം ഊഴവും പ്രധാനമന്ത്രി പദം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന നരേന്ദ്ര ദാമോദർദാസ് മോദിയുടെ ജീവിത കഥയിലൂടെയാണ് ഇന്ന് നാം കടന്നു പോകുന്നത്. വടക്കൻ ഗുജറാത്തിലെ മെഹ്സാന ജില്ലയിലെ വഡ്നഗർ എന്ന ഗ്രാമം. ഇവിടെയാണ് 1950 സെപ്റ്റംബർ 17 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് അനിഴം നക്ഷത്രത്തിൽ നരേന്ദ്ര ദാമോദർദാസ് മോദിയുടെ ജനനം. അച്ഛൻ ദാമോദർദാസ് മുൽചന്ദ് മോദി, അമ്മ ഹീരാബെൻ. ഇവരുടെ 6 മക്കളിൽ മൂന്നാമനായിരുന്നു നരേന്ദ്ര ദാമോദർദാസ് മോദി. കച്ചവടമായിരുന്നു കുടുംബത്തിന്റെ ഉപജീവന മാർഗം. പിതാവിന് ഒരു ചായക്കടയുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ പിതാവിനെ കച്ചവടത്തിൽ സഹായിച്ച മോദി പിന്നീട് കൗമാര കാലഘട്ടത്തിൽ സഹോദരനൊപ്പം ഒരു ചായക്കട നടത്തിയിരുന്നതായി അദ്ദേഹത്തിന്റെ ജീവിതരേഖ സൂചിപ്പിക്കുന്നു. ഇതുമാത്രമല്ല, മോദിയുടെ ബിരുദം സംബന്ധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ പലവിധ സംശയങ്ങളും ഉന്നയിക്കുന്നുണ്ട് എന്നത് ഈ അവസരത്തിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. തന്റെ 8ാമത്തെ വയസ്സ് മുതൽ മോദി RSSൽ ചേർന്ന് പ്രവർത്തിച്ചിരുന്നു. പ്രചാരക് ആയി പ്രവർത്തിച്ചു. രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിൽ നിന്നും ദീർഘ പരിശീലനം ലഭിച്ച മോദി ഗുജറാത്തിലെ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിൽ വിദ്യാർത്ഥി നേതാവാകുകയും തുടർന്ന് BJP, നവനിർമ്മാൺ എന്നീ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്തു. 1975 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഒളിവിൽ പോയ മോദി അവിടെയിരുന്ന് കേന്ദ്ര സർക്കാരിനെതിരെ ലഘുലേഖകൾ തയ്യാറാക്കി ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്തു. ജയപ്രകാശ് നാരായൺ അടിയന്തരാവസ്ഥയ്ക്കെതിരെ നടത്തിയ സമരങ്ങളിലും മോദി ഭാഗവാക്കായിരുന്നു. 1985 ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ RSS ആണ് മോദിയോട് ആവശ്യപ്പെട്ടത്. 1988 ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗുജറാത്ത് ഘടകത്തിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി മോദി തെരഞ്ഞെടുക്കപ്പെട്ടു. 1995 ഗുജറാത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നേടിയ വൻ വിജയത്തിന് പിന്നിൽ മോദിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളായിരുന്നു. 2001 ഒക്ടോബർ 7 ഗുജറാത്ത് മുഖ്യമന്ത്രിയായി മോദി ആദ്യം അധികാരമേൽക്കുന്നത്. ആ വർഷം ആദ്യം ഗുജറാത്തിൽ 20,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ട ഭുജ് ഭൂകമ്പത്തെ തുടർന്ന് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം വലിയ പരാജയമായിരുന്നു. ഇതോടെയാണ് മുഖ്യമന്ത്രിയായിരുന്ന കേശുഭായ് പട്ടേലിനെ മാറ്റി നരേന്ദ്രമോദിയെ BJP ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാക്കുന്നത്. പിന്നീട് 2014 വരെ മോദിയായിരുന്നു ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി. ഈ കാലയളവിൽ വികസന നായകൻ എന്ന പേരും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന ഭരണാധികാരി എന്ന പേരുദോഷവും മോദി സ്വന്തമാക്കിയിരുന്നു. മോദിയുടെ ഭരണകാലത്താണ് ഗുജറാത്ത് വ്യാവസായികമായി അഭിവൃദ്ധി പ്രാപിച്ചത്. എന്നാൽ ഗോദ്ര കൂട്ടക്കൊലയും അതേ തുടർന്നുള്ള വർഗീയ കലാപവും അന്താരാഷ്ട്ര തലത്തിൽ പോലും മോദിക്ക് വർഗീയതയുടെ പ്രതിച്ഛായ നൽകി. 2002 ഫെബ്രുവരി 27 രാവിലെ 8:30 മണിക്ക് സബർമതി എക്സ്പ്രസ് എന്ന ട്രെയിൻ ഗോദ്ര സ്റ്റേഷൻ വിട്ട് അധിക നേരം കഴിയും മുമ്പേ 50-നും 100-നും ഇടയ്ക്ക് വരുന്ന ഒരു അക്രമി സംഘത്തിന്റെ ആക്രമണത്തിന് ഇരയായി. അയോധ്യ സന്ദർശനത്തിന് ശേഷം മടങ്ങിപ്പോയിക്കൊണ്ടിരുന്ന കർസേവകർ ഉൾപ്പെടെ 58 പേർ കൊല്ലപ്പെട്ടു. മുസ്ലിം തീവ്രവാദികളാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്ന കിംവദന്തിക്ക് പുറമെ ഒരു മുസ്ലിം വിരുദ്ധ വികാരം ഗുജറാത്തിൽ എങ്ങോളമെങ്ങോളം വ്യാപിക്കുകയും തുടർന്നുണ്ടായ കലാപത്തിൽ ആയിരക്കണക്കിന് മുസ്ലിം സമുദായക്കാർ കൊല്ലപ്പെടുകയും ചെയ്തു. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി മുസ്ലിങ്ങൾക്കെതിരായ കലാപത്തിൽ കുറ്റകരമായ മൗനം പാലിച്ചു എന്ന ആരോപണം സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും ഉയർന്നു. അമേരിക്ക മോദിക്ക് വിസ നിഷേധിക്കുന്ന സാഹചര്യം പോലുമുണ്ടായി അക്കാലത്ത്. എന്നാൽ പിന്നീട് പാർട്ടിയിലും രാജ്യത്താകമാനവും മോദി എന്ന ബ്രാൻഡ് നേതാവ് പടർന്ന് പന്തലിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. വികസനത്തിന്റെ ഗുജറാത്ത് മോഡൽ എന്നത് രാജ്യമെങ്ങും ചർച്ചയായി. ഗോദ്ര കൂട്ടക്കൊലയും വർഗീയ കലാപവും കഴിഞ്ഞ് ഒരു വ്യാഴവട്ടം തികയുമ്പോൾ നരേന്ദ്ര ദാമോദർദാസ് മോദി ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ഭരണാധികാരിയായി അധികാരമേറ്റു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിലെ വഡോദരയിൽ നിന്നും ഉത്തർപ്രദേശിലെ വാരണാസിയിൽ നിന്നും ഒരേ സമയം ജനവിധി തേടിയിരുന്നു. രണ്ടിടത്തും ജയിച്ച മോദി വാരണാസി മണ്ഡലം നിലനിർത്തി വഡോദരയിൽ നിന്ന് രാജിവെക്കുകയായിരുന്നു. 2014 മെയ് 26 മോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 2019 മോദിയുടെ നേതൃത്വത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം അധികാരത്തിലെത്തി. ഇപ്പോഴിതാ മൂന്നാം ഊഴം ലക്ഷ്യമിട്ടാണ് മോദിയുടെ നേതൃത്വത്തിൽ BJPയും ദേശീയ ജനാധിപത്യ സഖ്യവും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. പ്രധാനമന്ത്രി എന്ന നിലയിൽ മോദി നിരവധി ഭരണപരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്.
അന്താരാഷ്ട്ര തലത്തിൽ മോദി പ്രധാനപ്പെട്ട നേതാവായി വളർന്നു. ലോക നേതാക്കളുടെ എല്ലാം ഉറ്റ ചങ്ങാതിയായി മാറി. ഒരിക്കൽ വിസ നിഷേധിച്ച അമേരിക്ക അദ്ദേഹത്തിന് പലവട്ടം സ്വാഗതമരളി. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് തന്റെ ഉറ്റ ചങ്ങാതിയാണ് മോദിയെന്ന് പരസ്യമായി പറഞ്ഞു. അമേരിക്ക മാത്രമല്ല, ഇസ്ലാമിക രാജ്യങ്ങളും അദ്ദേഹത്തെ സുഹൃത്തായി അംഗീകരിച്ചു. രാജ്യത്ത് മോദി നടപ്പാക്കിയ പദ്ധതികൾ അക്കമിട്ട് പറയാൻ നിരവധിയുണ്ട്. എന്നാൽ എടുത്തു പറയേണ്ട ചില പരിഷ്കാരങ്ങളുമുണ്ട്. നോട്ട് നിരോധനം, ജമ്മു കാശ്മീർ പുനഃസംഘടന, പൗരത്വ ഭേദഗതി നിയമം, രാമക്ഷേത്രം, മുത്തലാഖ് നിർത്തലാക്കൽ തുടങ്ങിയവ മോദിയുടെ ഭരണകാലത്ത് ഇന്ത്യ കണ്ട നിർണായക കാഴ്ചകളായിരുന്നു. BJPയുടെ എക്കാലത്തെയും വിവാദ അജണ്ടകളായിരുന്നു കാശ്മീരിന്റെ പ്രത്യേക അധികാരം എടുത്തു കളയുക എന്നത്. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുക, അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുക എന്നിവ. ഇവയിൽ ഏകീകൃത സിവിൽ കോഡ് ഒഴികെയുള്ളവ മോദി സർക്കാർ 10 വർഷം കൊണ്ട് നടപ്പാക്കി കഴിഞ്ഞു. ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച നിയമനിർമ്മാണ നീക്കങ്ങൾ ഇപ്പോൾ സജീവമാണ്. നോട്ട് നിരോധനം മോദി പ്രധാനമന്ത്രി എന്ന നിലയിൽ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ സംഗതിയാണ്. ഇന്ധന വില വർധനവും പാചകവാത വില വർധനവും മോദി സർക്കാരിനെതിരെ പ്രതിപക്ഷം എക്കാലത്തും ഉയർത്തുന്ന വിമർശനങ്ങളാണ്. മോദിയുടെ കുടുംബജീവിതം സംബന്ധിച്ചും ചില വിവാദങ്ങൾ നിലവിലുണ്ട്. മോദി വിവാഹിതനല്ല എന്നാണ് 2014 വരെ പൊതുവെ വിശ്വസിച്ചിരുന്നത്. എന്നാൽ 2014 തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ താൻ വിവാഹിതനാണെന്നും യശോദാബെൻ എന്നാണ് ഭാര്യയുടെ പേരെന്നും സത്യവാങ്മൂലത്തിൽ പരാമർശിച്ചിരുന്നു. ഇതൊക്കെയാണെങ്കിലും 2014 ഫെബ്രുവരിയിൽ ഹിമാചൽ പ്രദേശിൽ നടത്തിയ ഒരു പ്രസംഗത്തിൽ മോദി താൻ വിവാഹിതനല്ലാത്തതിനാൽ അഴിമതിക്കെതിരെ പോരാടാനുള്ള ഏറ്റവും നല്ലയാളാണ് താനെന്ന് പറയുകയുണ്ടായി. മോദിയുടെ ബിരുദവും ഭാര്യയും മുതൽ വിലക്കയറ്റവും വർഗീയ നിലപാടുകളും വരെ നിരവധി വിമർശനങ്ങൾ മോദിക്കെതിരെ പ്രതിപക്ഷം നിരന്തരം ഉയർത്തുന്നുണ്ട്. എങ്കിലും രാജ്യത്തിനകത്തും പുറത്തും മോദിയുടെ സ്വീകാര്യത നാൾക്കുനാൾ കൂടി വരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മോദിയുടെ ജനകീയതയ്ക്ക് ഇടിവ് വന്നിട്ടുണ്ടോ എന്നറിയാൻ ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ കാത്തിരിക്കണം. മോദിയുടെ ജനകീയത കുറഞ്ഞാലും ഇല്ലെങ്കിലും BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ടകൾ കൃത്യമായി നടപ്പിലാക്കിയ ഭരണാധികാരിയാണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് എതിരാളികൾ പോലും സമ്മതിക്കും.